ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. തേങ്ങാ വെള്ളമോ അല്ലെങ്കിൽ ഇളനീർ വെള്ളമോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ആണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു പുഡിംഗ് ആട്ടോ അത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിപ്പയിലൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാ വെള്ളത്തിന് പകരം ഇളനീരിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കാം. തേങ്ങാ വെള്ളം എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാ വെള്ളം എടുത്തത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ തേങ്ങാ വെള്ളത്തിൽ അധികം മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് 3 തേങ്ങാ വെള്ളത്തിലോട്ട്. അതവിടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. 25 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പാക്ക് 25 ഗ്രാമാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ മതി. തേങ്ങാവെള്ളം അവിടെ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് അവിടെ മെൽട്ടായിക്കോളും. അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ട് നല്ല വെള്ളം പോലെ ആയാൽ ഇതുപോലെ അരിപ്പയിലൂടെ വേണം ചൈന ഗ്രാസ് ഇതിലോട്ട് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് നേരം തിളയ്ക്കേണ്ടൊന്നും ആവശ്യമില്ല. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 4 പാത്രത്തിലോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ 4 കളേഴ്സിലാണ് ഈ ഒരു തേങ്ങ വെള്ളം കൊണ്ടുള്ള ഈ ഒരു പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ജെല്ലി പുറത്തുനിന്ന് വാങ്ങിക്കൂലേ, അതിൻ്റെ പകരമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 4 പാത്രത്തിലോട്ടും ഈക്വലായിട്ട് ഈ തേങ്ങ വെള്ളം ചൈന ഗ്രാസും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ കളറിൽ ഉണ്ടാക്കാം. അപ്പോൾ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ 4 കളറിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രീനും എടുക്കുന്നുണ്ട്, യെല്ലോ എടുക്കുന്നുണ്ട്, പിങ്കും എടുക്കുന്നുണ്ട്. ഇപ്പം കാരമൽ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് പിങ്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ടൈഗറിൻ്റെ സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് റോസ് സിറപ്പ് എസൻസ് ആണ്, പിന്നെ പിസ്ത എസൻസ്, പിന്നെ ബദാം എസൻസ്, പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 4 നമ്മൾ ചൂടാറിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് സെറ്റാവും. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണ്ട കേട്ടോ. അപ്പം ആ ഒരു പുഡിങ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിപ്പം അടുത്തത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം വീണ്ടും ബാക്കിയുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, 25 ഗ്രാമിൽ നിന്ന് നമ്മൾ പകുതി എടുത്തത്, ബാക്കി പകുതി ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മാത്രം, കുറച്ച് ചൂടുവെള്ളത്തിൽ മാത്രം മെൽറ്റ് ചെയ്യുക. പിന്നെ ഞാൻ 500 ml അതായത് 2 കപ്പ് പാൽ അവിടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളനീരിൻ്റെ എന്താ പറയുക പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇളനീർ കിട്ടണമെന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇളനീർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇളനീരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് പാലും അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അതും ഞാൻ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് എത്രയാണോ, പുഡിങ്ങിന് കുറച്ച് കൂടുതൽ മധുരം ഇട്ടാലേ നമ്മൾ അത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സാധാരണ ഇതുപോലെ ബ്രോക്കൺ ഗ്ലാസ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ജെല്ലി പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ കളേഴ്സിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ തേങ്ങാ വെള്ളം കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റും ഈ എസൻസ് വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കളറ് അങ്ങനെ കളർഫുൾ വേണ്ടാന്നാണെങ്കിൽ പ്ലെയിൻ കളറിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ക്യൂബ്സ് ആക്കാം. പക്ഷേ അത് നമ്മൾ പുഡിങ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി കുറച്ചുകൂടെ വലിയ പീസായിരിക്കും, കഴിക്കാൻ ടേസ്റ്റ് ചെറിയ പീസും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 4 ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മുടെ ഈ ഒരു പുഡിംഗ് ഒന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായത് ഞാൻ ഈ പാലും കണ്ടൻസ് മിൽക്കും കൂടി മിക്സായ ഒരു മിക്സിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിപ്പയിലൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 25 ഗ്രാമിൻ്റെ ഒരു പാക്ക് ചൈന ഗ്രാസാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതും ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം മാറ്റി വയ്ക്കുക. അതും തിളയ്ക്കേണ്ട കേട്ടോ. നമ്മുടെ മിൽക്ക് മിക്സ്ചർ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഈ ജെല്ലി ഉണ്ടല്ലോ, ഈ 4 കളേഴ്സിലുള്ള ജെല്ലി, അത് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേയിൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ പാത്രത്തിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിൽക്കിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാവെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു പുഡിങ്ങിൽ കേട്ടോ. അപ്പം വലിയൊരു പുഡിങ്ങിൻ്റെ ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു പാത്രത്തിലും കൂടി സെറ്റാക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന സിലിക്കോണിൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റാത്തത് എടുക്കാണ്ടിരിക്കുക കേട്ടോ നല്ലത്. അപ്പം വലിയ പുഡിങ്ങിൻ്റെ ട്രേയിൽ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലിപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെച്ച് സെറ്റായതാണ്. ഇപ്പോൾ ഇത് നല്ലോണം സെറ്റായിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക, കാണാനുള്ളൊരു ഭംഗി അത് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഫ്ലിപ്പ് ചെയ്തപ്പം ഒന്നാകെ പൊട്ടിപ്പോയി. കാരണം നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള പുഡിങ് വേണമെങ്കിൽ ഉണ്ടാക്കും, പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എപ്പോഴും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് നല്ലത്. അതായത് ഇതുപോലെ നമ്മൾ തൊടുമ്പോഴേക്കും പൊട്ടിപ്പോകുന്ന പുഡിങ്ങാണ് നല്ലത്. പക്ഷേ അത് സെറ്റാവും വേണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല പാകത്തിലാണ് ചൈന ഗ്രാസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്പ് ചെയ്തപ്പം അത് പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ് കേട്ടോ. ആ ജെല്ലിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. നല്ല കറക്റ്റ് അളവിലാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ തേങ്ങാവെള്ളം ഞാൻ ഏകദേശം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുഡിങ്ങാണ്. വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. തേങ്ങാവെള്ളം കൊണ്ട് ഉണ്ടാക്കാം, ഇളനീർ വെള്ളം കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അത് ഇങ്ങനെയായിരിക്കും കാണാനുള്ള ഒരു ലുക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ കളേഴ്സിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് ഒരൊറ്റ സിംഗിൾ കളറിൽ ഉണ്ടാക്കാം. ഞാൻ മുമ്പ് തേങ്ങാവെള്ളം കൊണ്ടുള്ള വേറൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് വാട്ടർ പുഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.